നമസ്കാരം. പ്രധാന വാർത്തകൾ. BA പാസ്സാകാത്ത PM ആർഷോയ്ക്ക് MA കോഴ്സിൽ പ്രവേശനം നൽകി. ബിരുദത്തിന് തുല്യമായ 6ാം സെമസ്റ്റർ പരീക്ഷ വിജയിക്കാത്ത SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്ക് MA കോഴ്സിൽ പ്രവേശനം നൽകിയതായി പരാതി. സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ കോളേജായ എറണാകുളം മഹാരാജാസിലെ 5 വർഷ ആർക്കിയോളജി ഇന്റഗ്രേറ്റ് കോഴ്സിൽ ബിരുദത്തിന് വേണ്ട 6ാം സെമസ്റ്റർ പാസ്സാകാത്ത PGക്ക് തത്തുല്യമായ 7ാം സെമസ്റ്ററിന് പ്രവേശനം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് ഗവർണർ MG സർവകലാശാല VC, കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയത്. മഹാരാജാസ് കോളേജ് സ്വയംഭരണമായതിനാൽ പ്രവേശനം, ഹാജർ, ക്ലാസ് കയറ്റം, പരീക്ഷ നടത്തിപ്പ്, ഫലപ്രഖ്യാപനം എന്നിവയിൽ MG സർവകലാശാലയ്ക്ക് നിയന്ത്രണമില്ല. ഇക്കാര്യങ്ങൾ പരിശോധിക്കുക പോലും ചെയ്യാതെ പ്രിൻസിപ്പൽ ശുപാർശ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകുകയാണ് സർവകലാശാല ചെയ്യുന്നതെന്നും നിവേദനത്തിൽ പറയുന്നു. ആർഷോയ്ക്ക് PGക്ക് പ്രവേശനം നൽകിയ കോളേജ് പ്രിൻസിപ്പലിനെതിരെ അച്ചടക്ക നടപടി വേണമെന്നാണ് പരാതിയിലെ ആവശ്യം. ജെൻസന് ഹൃദയവേദനയോടെ വിട നൽകി നാട്. മൃതദേഹം സംസ്കരിച്ചു. വയനാട് ദുരന്തത്തിൽ ഉറ്റവരെയെല്ലാം നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസന്റെ മൃതദേഹം സംസ്കരിച്ചു. ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായ ശ്രുതി തനിച്ചായതിന്റെ ഹൃദയവേദനയോടെ നാട് ജെൻസന് വിട നൽകി. മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ ജെൻസന് അന്ത്യചുംബനം നൽകിയാണ് യാത്രയാക്കിയത്. വീട്ടിൽ മതപരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോയത്. ആലപ്പുഴയ്ക്ക് KC വേണുഗോപാൽ MPയുടെ ഓണസമ്മാനം. കർണാടകയിൽ നിന്ന് ഓണക്കാലത്ത് നാട്ടിലേക്കെത്തുന്ന മലയാളികൾക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുടെ ഓണസമ്മാനം. കർണാടക RTCC ആലപ്പുഴയിലേക്കും തിരുവനന്തപുരത്തേക്കും സ്പെഷ്യൽ ബസ് സർവീസ് നടത്തും. KC വേണുഗോപാൽ MPയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത്. തിരക്ക് മുതലെടുത്ത സ്വകാര്യ ബസ്സുകൾ ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത്. ഉയർന്ന നിരക്ക് നൽകിയാൽ പോലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ ടിക്കറ്റ് കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ യാത്രക്കാർക്ക് സഹായകരമാണ് കർണാടക RTCCയുടെ നടപടി. കർണാടകയിൽ നിന്നും ആലപ്പുഴയിലേക്ക് ഓണാവധി ആഘോഷിക്കാൻ എത്തുന്നവർക്കുൾപ്പെടെ ഈ 2 സ്പെഷ്യൽ ബസ് സർവീസുകൾ കൂടുതൽ ആശ്വാസമാകും. എറണാകുളം, ചേർത്തല, ആലപ്പുഴ ഭാഗത്തേക്ക് നാളെ ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. സെപ്റ്റംബർ 13 വൈകുന്നേരം 4:15 രാത്രി 7:15 ബാംഗ്ലൂർ ശാന്തിനഗർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് പുറപ്പെടുക. വൈകുന്നേരം 4:15 പുറപ്പെടുന്ന ബസ് പിറ്റേ ദിവസം രാവിലെ 7:30 തിരുവനന്തപുരത്ത് എത്തിച്ചേരും. രാത്രി 7:45 പുറപ്പെടുന്ന ബസ് പിറ്റേ ദിവസം രാവിലെ 7:30 ആലപ്പുഴയിൽ എത്തിച്ചേരും. 2583 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കേരളത്തിന് ചരിത്ര നേട്ടം. അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സയിലായിരുന്ന 10 പേരും ആശുപത്രി വിട്ടു. അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റിസ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 10 പേരും ആശുപത്രി വിട്ടു. ലോകത്ത് തന്നെ ഈ രോഗം പിടിപെട്ടതിൽ ആകെ രോഗമുക്തി നേടിയത് 25 പേർ മാത്രമാണ്. ഇതിൽ 14 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നതിൽ ആരോഗ്യമേഖലയ്ക്ക് ചരിത്ര നേട്ടമാണ്. ആഗോളതലത്തിൽ 97% മരണനിരക്കുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ മാസം 19-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത്. നില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. കൊല്ലത്ത് ദമ്പതികളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം പട്ടാഴിയിൽ ദമ്പതികൾ ജീവനൊടുക്കി. രജികുമാർ, ഭാര്യ ദിവ്യ എന്നിവരാണ് തൂങ്ങി മരിച്ചത്. പട്ടാഴി വടക്കേക്കരയിലെ വാടക വീട്ടിലായിരുന്നു സംഭവം. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അമ്മ സംഘടന പിളർപ്പിലേക്ക്. ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ നീക്കം. താരസംഘടനയായ അമ്മ പിളർപ്പിലേക്കെന്ന റിപ്പോർട്ട്. 20ഓളം താരങ്ങൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ഫെഫ്കയെ സമീപിച്ചു. ഫെഫ്കയുമായി ബന്ധപ്പെട്ട് 21 ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സമാനമായി ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനായി അമ്മയിലെ താരങ്ങൾ ഫെഫ്കയെ സമീപിച്ചെന്ന് ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ സ്ഥിരീകരിച്ചു. ട്രേഡ് രൂപീകരിച്ച് ഫെഫ്കയോടൊപ്പം നിൽക്കാനാണ് നീക്കം. ഫെഫ്കയുടെ ജനറൽ കൌൺസിലിന്റെ അംഗീകാരം ലഭിച്ചാൽ അമ്മ പൂർണ്ണമായും പിളർപ്പിലേക്ക് പോകും. പുതിയ സംഘടന നിലവിൽ വരും. ഒരു സംഘടന രൂപീകരിച്ച് ജനറൽ കൌൺസിലിന്റെ മുന്നിൽ സമർപ്പിച്ച് അംഗീകാരം ലഭിക്കണം. ഇതിനുശേഷമായിരിക്കും അഭിനേതാക്കളുടെ പുതിയ യൂണിയനെ അംഗീകരിക്കുക. അതിന് ഫെഫ്ക തയ്യാറാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്.
കോഴിക്കോട് സ്കൂളിൽ മഞ്ഞപ്പിത്ത ബാധ 50ഓളം വിദ്യാർത്ഥികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. പാലേരി വടക്കുംപാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളിൽ മഞ്ഞപ്പിത്തം പടരുന്നു. 50ഓളം കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. പ്രദേശത്തെ കൂൾബാറുകൾ അടച്ചിടാൻ ചങ്ങോരോത്ത് പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. സ്കൂൾ കിണറിലെ വെള്ളത്തിൽ നിന്നല്ല രോഗം പകർന്നതെന്ന് പരിശോധനാ ഫലത്തിൽ വ്യക്തമായി. പിന്നാലെ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫോൺ ചോർത്തൽ പി.വി. അൻവറിനെതിരെ കേസെടുക്കണമെന്ന് ഗവർണർ. പി.വി. അൻവർ എംഎൽഎയുടെ ആരോപണങ്ങളിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോൺ ചോർത്തിയ സംഭവം അതീവ ഗൌരവമുള്ള വിഷയമാണെന്ന് ഗവർണർ പറഞ്ഞു. സംഭവത്തിൽ സർക്കാരിനോട് ഗവർണർ അടിയന്തര റിപ്പോർട്ട് തേടി. ഫോൺ ചോർത്തിയെന്ന് പരസ്യമായി വെളിപ്പെടുത്തിയ പി.വി. അൻവറിനെതിരെ കേസെടുക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണ് അൻവർ നടത്തിയത്. ആരോപണങ്ങൾ നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നും കത്തിൽ പറയുന്നു. സംഭവത്തിൽ സർക്കാർ നൽകുന്ന റിപ്പോർട്ടിന് ശേഷം ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. സുഭദ്ര കൊലക്കേസ് പ്രതികളുമായി കേരളത്തിലേക്ക് തിരിച്ച പോലീസ്. നാളെ ആലപ്പുഴ കലവൂരിൽ 73കാരി സുഭദ്രയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിലെ പിടിയിലായ പ്രതികളുമായി പോലീസ് കേരളത്തിലേക്ക്. കർണാടക മണിപ്പാലിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം മാത്യൂസിനെയും ഷർമിളയെയും പിടികൂടിയത്. പ്രതികളെ നാളെ ആലപ്പുഴയിൽ എത്തിക്കും. ഉടുപ്പിയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ മണിപ്പാലിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടാനുള്ള യാത്രാമധ്യയാണ് പ്രതികൾ പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം നാടുവിട്ട ഷർമിളയെയും മാത്യൂസിനെയും തേടി പോലീസ് സംഘം കഴിഞ്ഞ ദിവസം തന്നെ ഉടുപ്പിയിലെത്തിയിരുന്നു. 4 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. ഷർമിള പോകാനിടയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി. ഇതിനിടെ പണം പിൻവലിച്ച വിവരങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇരുവരും ഉടുപ്പിയിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. പ്രതികളെ ആലപ്പുഴയിൽ എത്തിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്യും. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മൃതദേഹത്തിന് 1 മാസത്തെ പഴക്കമുള്ളതിനാൽ പോസ്റ്റ്മോർട്ടം സങ്കീർണമായിരുന്നു. ശരീരത്തിൽ ക്രൂരമർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക വിവരമുണ്ടെങ്കിലും മരണകാരണം വ്യക്തമല്ല. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിയുമെന്നാണ് പോലീസ് പറയുന്നത്.